Praise the Lord. A very good morning to you all. May God bless everyone with a wonderful supernatural uh, Friday. Hallelujah. No, it is Thursday. Sorry. So I bless each and every one a wonderful Thursday. Hallelujah. Let everyone be happy. Hallelujah. God has given us wonderful promise this morning. Hallelujah. Remember that this Lord is with you always. He cares for you and He will rescue us from difficult times. Hallelujah. Ori Kalabasantara, we are serving a living God. Hallelujah. He is a supreme God. He is omnipotent. He is omnipresent. He is omniscient. Halabashikara Siayoa, Jehovah Jireh. He can provide everything for you. He can, hallelujah, take care of you. Hallelujah. So first, I'm blessing everyone with the supernatural. Let everyone get big, wonderful favors from God. Hallelujah. Wonderful supernatural things. Let it happen today. Hallelujah. I'm blessing everyone with a wonderful Thursday. Hallelujah. So let us first worship the Lord. Hallelujah. ഞാൻ യോഗ്യയല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യയല്ല യേശുവേ നീ നന്മ പ്രാപിപ്പാൻ എങ്കിലും നീ സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു എങ്കിലും നീ സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ദോഷമായി നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു ഞാൻ ദോഷമായി നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു എങ്കിലും കനിഞ്ഞു നീ എങ്കിലും ക്ഷമിച്ചു നീ എങ്കിലും കനിഞ്ഞു നീ എങ്കിലും ക്ഷമിച്ചു നീ ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ നാട്ടുലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം ഞാൻ നാട്ടുലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം എങ്കിലും ഈ കൊമ്പിനെ എങ്കിലും ഈ കൊമ്പിനെ ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ
യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഊറിഖാലാബശത്തറ. നമുക്കൊരു യോഗ്യതയില്ലാതിരുന്ന ദൈവമക്കളെ ഇത്ര വലിയ സ്നേഹം അനുഭവിപ്പാൻ, ഹല്ലേലൂയ, ഇത്ര വലിയ നന്മ പ്രാപിപ്പാൻ നമുക്കൊരു യോഗ്യതയും ഇല്ലായിരുന്നു. എന്നിട്ടും നമ്മളെ കർത്താവ് സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരാൻ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ധാരബശത്തറ. നമ്മളെ ദോഷമായ എന്തെല്ലാം നിരൂപിച്ചു. ഹല്ലേലൂയ. നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങൾ പ്രവർത്തിച്ചു, വീണ്ടും ആ അപ്പൻ നമ്മളെ മാറോട് ചേർത്ത് സ്നേഹിക്കുവാണ്. പോട്ടുമോളെ, പോട്ടുമോളെ. ഹല്ലേലൂയ. ഹി ഈസ് വാഷിംഗ് our sins with his blood and വീണ്ടും ചേർക്കുവാണ്. സാരമില്ല മോളെ, പോട്ടെ പോട്ടെ. ഹല്ലേലൂയ. ഇനി നീ നന്മ ചെയ്യുക, ഇനി നീ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒരു അപ്പനെയാണ് ഇന്ന് നമ്മൾ ഉയർത്തിയത്. ഹല്ലേലൂയ. ധാരബശാന്തലാധികാരകസന്ധര. പരിശുദ്ധാത്മാവിനെ ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ധാരാബശാന്തര. ഈ മെസ്സേജ് കേൾക്കുന്ന ആരോ ഉള്ളിൽ ഗിൽട്ടി ഫീലിങ്ങോടുകൂടി ഇരിക്കുന്നു. ഹൂടാല ശിഖാരാബസന്തര. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക. ഇത്ര വലിയ സ്നേഹം തന്ന യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ കണ്ണുനീരോടെ വീഴുക. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അറിയാതെ ഞാൻ തെറ്റ് ചെയ്തു പോയി. സ്വർഗത്തോട് അപ്പനോട് ഞാൻ പാപം ചെയ്തു പോയി. വാഷ് മീ വിത്ത് യുവർ പ്രഷ്യസ് ബ്ലഡ് ആൻഡ് മേക്ക് മീ യുവർ ചൈൽഡ് അഗെയിൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഏത് പാപവും ക്ഷമിക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. എല്ലാം ക്ഷമിക്കുന്ന ഒരപ്പനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ദാറ്റ് മീൻസ് അത് പാപം ചെയ്യാനുള്ളൊരു ലൈസൻസ് ആയിട്ട് ആരും കരുതരുത്. പക്ഷേ if you have എന്താ പറയുക, gone away from God's path, hallelujah, നിങ്ങൾ ദൈവത്തിൻ്റെ പാദത്തിൽ നിന്ന്, ആ ഡോക്ടറിൽ നിന്ന്, ആ വചനത്തിൽ നിന്ന്, ആ വഴിയിൽ നിന്ന് നിങ്ങൾ അന്ന് വ്യതിചലിച്ചു പോയെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുവാണെങ്കിൽ, കർത്താവെ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുവാണെങ്കിൽ, കർത്താവ് നമ്മളെ വാഷ് ചെയ്ത്, ഹല്ലേലൂയ, നമ്മളെ ശുദ്ധീകരിച്ച് മാറോട് ചേർക്കുന്ന കർത്താവാണ് നമുക്കുള്ളത്. ഇത്ര വലിയ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് എത്ര പാടിയാൽ മതിയാവും ദൈവമക്കളെ. ഹല്ലേലൂയ. നാട്ടലിവായിരുന്ന നമ്മൾ, ഹല്ലേലൂയ, നല്ല ഫലം കായ്ക്കും എന്ന് പറഞ്ഞ് അപ്പൻ ഇങ്ങനെ കാത്തിരിക്കുക. ഹല്ലേലൂയ. ധാരാബശിഖാലാബ. ഹി ഹാസ് ഗിവൻ എവ്രിതിങ് ഓൺ ദ ക്രോസ്. ഇറ്റ് ഈസ് ഫിനിഷ്. അങ്ങനെയാണ് ക്രോസിൽ കിടന്ന് കർത്താവ് പറഞ്ഞ കാര്യം. എന്നിട്ട് കർത്താവ് ഇങ്ങനെ നോക്കിയിരിക്കുക, എൻ്റെ മകൻ, എൻ്റെ മകൾ എപ്പോഴാണ് ഫലം കായ്ക്കുന്നത്. ഹല്ലേലൂയ. ധരബശിഖാലാബ. എന്നിട്ടും നമ്മളെ തള്ളിയില്ലല്ലോ. ഈ 2024 7th of March of this 2024 ഈ പ്രഭാതത്തിൽ നമുക്ക് ശ്വാസം തന്ന് ജീവനോടെ നമ്മൾ ആയിരിക്കുന്നത് നമ്മൾ ഓർക്കണം ദൈവമക്കളെ. കർത്താവ് വീണ്ടും നമ്മളിൽ നിന്ന് ഫലം കായ്ക്കും എന്ന ആഗ്രഹത്തോടു കൂടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. സോ ലെറ്റ് us be fruitful. ഹല്ലേലൂയ. ധാരാബ ശിഖാലാബി രീതികെ ശിഖാലാബ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നാട്ടെ, ആ പാദപീഠത്തിൽ ഒന്ന് വീണാട്ടെ. ഹല്ലേലൂയ.
ആ അപ്പൻ നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് മോനെ മോളെ എന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കും. നോ നീഡ് ടു വറി. God has given us a wonderful promise today. First let us pray a 1 minute prayer. Just ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് മെസ്സേജിലേക്ക് കയറാം. പരിശുദ്ധ പിതാവേ സ്വർഗീയ നല്ല കർത്താവേ, thank you Jesus for this wonderful day. Thank you Jesus for the wonderful song that you have given us this morning. Hallelujah. കഴിഞ്ഞ രാത്രി നല്ലോണം ഉറങ്ങി പ്രഭാതി ജീവനോടെ ശ്വാസത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേൽപ്പാൻ കർത്താവേ അങ്ങ് ശ്വാസം തന്നു, അങ്ങ് സുബോധം തന്നു, അങ്ങ് ഓർമ്മശക്തി തന്നു, എഴുന്നേറ്റ് നടക്കാൻ കൃപ തന്നു. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ. ഭവനത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുവാനുള്ള ആരോഗ്യവും ബുദ്ധി ജ്ഞാനവും വിവേകവും ഹല്ലേലൂയ കൃപയും എല്ലാം കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. ധാരാഭാഷി കാല നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത്ര അത്ഭുതകരമായി എൻ്റെ കർത്താവ് കാത്തു പരിപാലിച്ചു. എല്ലാറ്റിനും എൻ്റെ പപ്പയെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്തു. എത്രയോ ഈവിൽ അറ്റാക്സ്, എത്രയോ ശത്രുവിൻ്റെ അറ്റാക്സ് മറിഞ്ഞിരുന്നു. Hallelujah. Rikhabasyantra. ഞങ്ങൾ അറിയാത്തത്. Hallelujah. Oh, because of your grace, because your wonderful supernatural protection that we are here in this morning. Hallelujah. We give all the hallelujah. Oh, Rabasyantra. All the hallelujah praise to you, Daddy. All the hallelujah grace are Abisyantra. Ella mahatto. Daddy, Hurabasyantra. Oh, we praise you. We lift you, Daddy. We give all the honor, all the praise, all abashikala abasantara, everything to you, Daddy. O ribasyantra ribashantara. കർത്താവിനെ അല്ലാതെ ഞങ്ങൾക്ക് സ്തുതിപ്പാൻ, ഞങ്ങൾക്ക് ഉയർത്താൻ ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഹല്ലേലൂയ റെഫ്യൂജ് ഡാഡി. ഹാലബശിഖലബസ്യാന്തര. കർത്താവ് തന്ന എല്ലാ നന്മകൾക്കും നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ആ കാൽവരി ക്രൂശി ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിനായി സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി തന്ന ജീവനായി സ്തോത്രം. അപ്പ അങ്ങ് ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചുവല്ലോ. ഹല്ലേലൂയ. അധരാബല അധികാരക സന്ധര. ഈ ലോകത്തിൽ പലപ്പോഴും ഞങ്ങൾ ഒറ്റപ്പെട്ടപ്പോഴും ഞങ്ങളെ എൻകറേജ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ശക്തിയോടെ നിർത്തിയത് അങ്ങാണ് കർത്താവ്. അങ്ങയുടെ പരിശുദ്ധാത്മാവാണ് കർത്താവേ. താങ്ക് യു ജീസസ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ഡാഡി. ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും പപ്പ ബ്ലെസ് ചെയ്യണമേ. ഹല്ലേലൂയ. ന്യൂ ആയിട്ട് അനേകർ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്, അവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ ഭവനങ്ങളെയും ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. നോ ഈവിൾ ഷുഡ് ടച്ച് എനി വൺ ഡാഡി. അലബശത്തറ. എവ്രി വൺ ഷുഡ് ബി ബ്ലെസ്ഡ്. ഹല്ലേലൂയ. സോ ഗോഡ് ഹസ് ഗിവൻ us a promise that is from Sam. Again നമ്മൾ 2 ദിവസം മുന്നേ സങ്കീർത്തനം 18 നിന്നാണ് നമ്മൾ ധ്യാനിച്ചത്. ഇന്നും 18:19 നമുക്ക് തന്നേക്കണേ. Hallelujah. It's like this. God brought me out into a broad place. It's a wonderful Sankirtana, Psalm 18. Hallelujah. If you get time, you just meditate that Psalm 18. It's very good. Hallelujah. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കഷ്ട സമയത്തൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. Psalm 18. God brought me out into a broad place. He rescued me because he delighted in me. Hallelujah. അതിൻ്റെ മലയാളം ഞാൻ വായിക്കാം. സങ്കീർത്തനം 18 ഓ റീബാസ്യാന്തര റീബശന്തര 18:19. ഹല്ലേലൂയ. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ കർത്താവിന് പ്രസാദകരമായിട്ടാണോ നമ്മൾ ജീവിക്കണേ? ഹല്ലേലൂയ. Oh, Rika Basyantara, Rika, is God delighting in us? That's a question that you have to ask us today morning. Hallelujah. നമുക്ക് തന്നെ അറിയാം നമ്മളെക്കുറിച്ച് അല്ലേ? ഹല്ലേലൂയ. നമ്മളെക്കാളും കൂടുതൽ അറിയാവുന്നത് നമ്മുടെ കർത്താവിലാണ്. ഹല്ലേലൂയ. Anyway, this verse tells us that God delights in you. കർത്താവ് നിങ്ങളിൽ ഡിലൈറ്റ് ചെയ്യുന്നു. That means നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ലേ ഹല്ലേലൂയ ഹൗറബസ്യാന്തര റീബസന്തര റീഖറബസ്യാന്തര. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഹോ റീബസ്യാന്തര, എൻ്റെ കുഞ്ഞ് അങ്ങനെ ആയിരിക്കുന്നില്ല, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഒരു പേരൻസിന് അത്രയും സന്തോഷമുണ്ടെങ്കിൽ നമ്മളിൽ ഡിലൈറ്റ് ചെയ്യുന്നു എന്ന് കർത്താവ് പറയണേൽ എത്രമാത്രം സ്നേഹം അതിനകത്ത് ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, ദ ലോർഡ് ഹാസ് ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ അസ്. ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ലോൺലി ആയിട്ട് മറ്റുള്ളവരുടെ റിജക്ഷനിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ദിസ് മോർണിംഗ് ഗോഡ് ഈസ് ടെല്ലിങ് യു ദാറ്റ് ഗോഡ് ഹാസ് ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ യു. നിങ്ങളെ അധികമായി കർത്താവ് സ്നേഹിക്കുന്നു.
ഹാലലൂയ. നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, യു മൈറ്റ് ബി സേയിങ് ദാറ്റ്, ഓ സിസ്റ്ററെ ഞങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒന്ന് സിസ്റ്ററിനോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഓ രാസ്യാന്തര, ഓക്കെ, ദാറ്റ് ഈസ് ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ഫാമിലി പ്രോബ്ലംസ്. രോഗികളായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മെസ്സേജ് കേൾക്കുന്നുണ്ട്. പലവിധ വിഷയങ്ങൾ, ഫൈനാൻഷ്യൽ ലോൺ എടുത്ത് അതിൻ്റെ ഇഷ്യൂസ്, ഡെസ്പറേറ്റ് സിറ്റുവേഷനാണ്. ഹാലലൂയ. പക്ഷേ കർത്താവ് പറയുക, ദിസ് മോർണിംഗ് ഗാഡ് ഇസ് ടെല്ലിങ് ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു പുൾ യു ഔട്ട് ഓഫ് യുവർ ഡെസ്പറേറ്റ് സിറ്റുവേഷൻ റൈറ്റ് നൗ. ഹാലലൂയ. Thalaba, Shikalaba, Santara. Maybe you are saying that, yes, that you are going through the valley of affliction. Hallelujah. എല്ലാ സിസ്റ്ററെ, എല്ലാ സൈഡിൽ നിന്ന് എനിക്ക് ഞെരുക്കമാണ്, പ്രഷറാണ്. ഹാലലൂയ. ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ. ഹാലലൂയ. God is telling this morning, hallelujah, oh Riba Siandara, Lord is with you, hallelujah, Thalaba Shantara. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന് വിചാരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് ജീവിക്കാവൂ ദൈവമക്കളെ. ഹാലലൂയ. നമ്മൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അവരുടെ പെയിൻ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഹാലലൂയ. ബിക്കോസ് ഐ ആം ഗോയിങ് ത്രൂ ദാറ്റ് വേ. ഹാലലൂയ. എന്നെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, എൻ്റെ കർത്താവാണ് എന്നെ സഹായിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി മോമെൻറ്റ് ആക്ച്വലി ഐ ആം ഇൻ ദ ഗ്രേസ് ഓഫ് ഗാഡ്. ഓരോ കാര്യവും ഒരു ദിവസം ഞാൻ ചെയ്യുന്നത് പ്രാർത്ഥിച്ച് 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 കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ദൈവമക്കളെ. From my experience I am telling you, hallelujah. നിങ്ങൾ എല്ലാ സൈഡിൽ നിന്നും പ്രഷർ വന്ന് നമ്മളെങ്ങനെ അങ്ങോട്ട് ഞെരിക്കും. എന്താ പറയുക, ശത്രുവിൻ്റെ മെയിൻ പരിപാടി അതാ. ഹാലലൂയ. റിഖാബ. നമ്മൾ അങ്ങനെ ഞെരുക്കുമ്പോഴത്തേക്ക് നമുക്ക് വചനം വായിക്കാൻ സമയമില്ല, വചനം മെഡിറ്റേറ്റ് ചെയ്യാൻ സമയമില്ല, നമുക്ക് ആരാധിക്കാൻ സമയമില്ല. ഹാലലൂയ. നമുക്ക് നമ്മുടെ സ്പിരിച്വൽ സൈഡിൽ നമുക്ക് സ്പെൻഡ് ചെയ്യണ ടൈം എല്ലാം നഷ്ടമാകുക. ഹാലലൂയ. നമുക്ക് അത്രയും പ്രശ്നങ്ങൾ നമ്മുടെ മുന്നേ വരുമ്പോൾ, ഹാലലൂയ, വെൻ യു ആർ, പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് കുഞ്ഞുങ്ങളുള്ളിടത്ത് അത്രയും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഫാമിലി ഈസ് ദെയർ. ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ കാര്യം അതല്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, എല്ലാ വശത്തു നിന്നും പ്രഷർ വരുമ്പോൾ എനിക്ക് നോക്കാൻ എൻ്റെ കർത്താവിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ ദൈവമക്കളെ. ഹല്ലേലൂയ. അങ്ങനെ കടന്നു പോകുന്ന അനേകർ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് ഈ വചനം തന്നേക്കണേ. ഇൻ ഹിസ് അഫെക്ഷൻ ഫോർ ഈസ് സേവിങ് യു ആൻഡ് പുള്ളിങ് യു ഔട്ട് ടു എ ബ്രോഡ് പ്ലേസ്. നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ പോവുക. ഈ ഇടയ്ക്ക് എനിക്ക് കിട്ടിയൊരു പ്രോഫസി, ഒരു ദേവദാസൻ ശുശ്രൂഷയിൽ പ്രസംഗിച്ചതും എനിക്ക് തന്ന ദൂതും അതാണ്. ഹല്ലേലൂയ. വിശാലതയിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോവുക. ഹല്ലേലൂയ. താലാബ ശത്തറ. നമുക്കറിയാം, ക്രൂഷ്യൽ, ജീസസ് വാസ് നെയിൽഡ് ടു ദ ക്രോസ് ഫോർ യു, അല്ലേ? കർത്താവിന് അതിൽ നിന്ന് കൈകളോ കാലുകളോ ഒന്നും അനക്കാൻ പറ്റത്തില്ല. വലിയ പെയിനിലൂടെ എൻ്റെ കർത്താവ് കടന്നുപോയി. ആ പെയിനിലൂടെ കടക്കുമ്പോഴും വിക്കറ്റ് വേർഡ്സാണ് ആ ചുറ്റും നിൽക്കണ ജനം പറയണത്. നമുക്കറിയാം, ആ പുതിയ നിയമം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ തന്നെ ദൈവമെന്ന് പറയുക, അവനിപ്പം ആണികളിൽ മേൽ ക്രൂശി കിടക്കുക, അവനെ തന്നെ രക്ഷിക്കാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള വേർഡ്സ്. ഓൾറെഡി ഫിസിക്കലി ആൻഡ് മെൻ്റലി he is beaten, he is bruised. ഖാലാബ ഷീഖാലാബ. എന്താ പറയുക, എല്ലാ വശത്തു നിന്നും എൻ്റെ സ്വർഗത്തിലെ കർത്താവ്, ഈവൻ ഹി വാസ് അലോൺ, വളരെ ലോൺലെസ് എൻ്റെ കർത്താവ് അനുഭവിച്ചു. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട അവസ്ഥ. അപ്പോഴാണ് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചു. ഹല്ലേലൂയ. ഖാലാബ. ദാറ്റ്സ് വാട്ട് ജീസസ് വെന്റ് ത്രൂ. അപ്പം നമ്മൾ അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ യേശു കർത്താവ് അങ്ങനെ കടന്നുപോയി. ഹല്ലേലൂയ. ബട്ട് that Jesus rose on the third day and he's a living God now, and he's there to lift you up. He's there to, hallelujah, deliver you from all your problems, all your desperate situations that you are going through. Hallelujah. അതാണ് ഇന്നത്തെ വചനം. He will deliver you and bring you to a broad, spacious, blessed, prosperous and joyous place. Jesus loves you. Hallelujah. He has his affection for you. ദൈവത്തിൻ്റെ സ്നേഹം
നമ്മുടെ മേലുള്ളത് അഗാധമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ആ തീയിലൂടെ കടന്നു പോകണം. ഹല്ലേലൂയ. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രമാണെന്ന്. ഹല്ലേലൂയ. ധാരാബൈ ഷീക്കോ റോസ്യാന്തര റീബശന്തല റിഖാരാബ ഋതികെ സിഖാലാബ ശത്തറബ ഋതികെ ഓ റിഖാബസ്യാന്തര റിഖലബശത്തര ദലബ ഷിക്കോ റോസ്യാന്തര റിഖലബീദികെ സ്യാന്തര. ഹല്ലേലൂയ. ഓ റിഖാബസ്യാന്തര. ഞാൻ ഒരു ടെസ്റ്റിമണി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഹല്ലേലൂയ. ഒരു സിസ്റ്ററിന് ആക്ച്വലി ഹല്ലേലൂയ അവരുടെ ഫാമിലിക്ക്, അവർക്ക് ചേർച്ചും ഒക്കെ ഉള്ളവരാണ്, ഒരു പാസ്റ്റർ ഫാമിലിയാണ്. ഹല്ലേലൂയ. അവർക്ക് ആക്ച്വലി ചേർച്ചിൻ്റേതായിട്ട് ചേർച്ചിൻ്റെയും ഫാമിലി ചേർച്ചിനോടായിരിക്കുമല്ലോ നമ്മുടെ ഈ പാസനേജ് പോലെ. അപ്പോൾ അവർക്ക് എന്തോ ആവശ്യത്തിന് ആക്ച്വലി ദേ നീഡ് 2 lakhs. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ അവർക്ക് കൊടുക്കാൻ ഒരു വഴിയുമില്ല. ബാങ്കിൻ്റെ കൊടുക്കേണ്ട ഡേറ്റ് ജസ്റ്റ് 3 days മാത്രം മുന്നേ നിൽക്കുമ്പോൾ they were just praying to God. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾക്ക് ഇതിനൊരു വഴിയുമില്ല. ഹല്ലേലൂയ. അതൊരു എന്താ പറയുക, കുറച്ച് ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ വരണ ഒരു ചേർച്ചാണ്. ഹല്ലേലൂയ. സോ അപ്പോൾ അതിൽ നിന്നൊന്നും ഒന്നും കിട്ടാനില്ല. ഹല്ലേലൂയ. പക്ഷേ എങ്ങനോ ഹല്ലേലൂയ അന്ന് ഒരു ദേവദാസൻ അവിടെ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ എന്താ പറയുക, നിങ്ങൾക്ക് ഉള്ളത് ഹല്ലേലൂയ നിങ്ങളുടെ നന്മ കർത്താവിന് കൊടുത്താൽ ഹല്ലേലൂയ ഈസ് ഗോയിങ് ടു ബ്ലെസ് യു. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് ഒരു ഞാൻ ഈ സാക്ഷ്യം പറയുന്ന സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് അതിനകത്ത് ആ പ്രേയറിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പേരൊന്നും ആരാ എന്താണെന്നൊന്നും പറയുന്നില്ല. അപ്പം ആർക്കും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ആർക്കും ഒരു രീതിയിലും ഹേർട്ടാവരുത്. അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. എൻ്റെ വാക്കുകൾ എല്ലാവർക്കും ഹല്ലേലൂയ അനുഗ്രഹമായിരിക്കണം. എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ അവർക്ക് എന്താ പറയുക, അവരുടെ ജീവിതത്തിൽ അതൊരു സ്നേഹം, യേശുവിൻ്റെ സ്നേഹം ഒഴുകണം എൻ്റെ വാക്കുകളിൽ. അതിന് ഞാൻ ഭയങ്കര എന്നെ തന്നെ ഞാൻ സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ബിക്കോസ് പലപ്പോഴും പല ദിവസങ്ങളായിട്ട് ഹല്ലേലൂയ പലരുടെയും, പ്രത്യേകിച്ച് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പലരുടെയും ശുശ്രൂഷകളെയും കേൾക്കുമ്പോൾ ഭയങ്കര മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും. പലരും നമ്മൾ ഓർക്കണം, നമ്മളൊരു ശുശ്രൂഷയ്ക്ക് ഒരു മീറ്റിങ്ങിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ, ചർച്ചിൽ നടക്കുന്ന മീറ്റിങ്സ് ആണെങ്കിലും ഞാൻ ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് കുറ്റം പറയുമല്ല, അതിനകത്ത് ഒരുപാട് ഹേർട്ടായി തകർക്കപ്പെട്ട പലരും അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് നമ്മളെപ്പോഴും ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഇത് ആക്ച്വലി ഒരു പാസ്റ്റേഴ്സിനുള്ളൊരു മെസ്സേജാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല. എല്ലാ ദേവദാസന്മാരെയും ദേവദാസിമാരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം. പക്ഷേ ഞാൻ പലപ്പോഴും എനിക്ക് വിഷമം തോന്നാറുണ്ട്. ചിലരൊക്കെ എത്രയോ ലക്ഷങ്ങൾ കടമൊക്കെ ആയിട്ട് ആത്മഹത്യ വക്കത്തിലൊക്കെ വന്ന് ഈ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ, ഒരു ഫാസ്റ്റിംഗ് പ്രെയർ ആണെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ പോലും അതിനകത്ത് എത്രയോ ദൂരം ട്രാവൽ ചെയ്തൊക്കെ ആയിരിക്കും ആ മീറ്റിങ്ങിനകത്ത് വന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹല്ലേലൂയ അവരെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ, അവരെ ഇങ്ങനെ എന്താ പറയുക, നമുക്കറിയാമല്ലോ നമ്മളെ മിനിസ്ട്രിയിലായിട്ട് നമ്മൾ ഇത്രയും നാൾ കേൾക്കണല്ലേ. അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ അതിലൊന്നും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഒഴുകുന്നെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ ആക്ച്വലി ജസ്റ്റ് യു ടോക്ക് ടു ദാറ്റ് പേഴ്സൺ ഫോർ 1 minute or 2 minutes, നമുക്കറിയാം അവരിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഒഴുകുന്നുണ്ടോ എന്ന്. അവരുടെ വാക്കുകൾ പോലും തേൻ കട്ട പോലെ ആയിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും എന്ന് ആഗ്രഹിക്കും. ഞാൻ വേഗം ടെസ്റ്റിമണിയിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ സമയം പോകും. അപ്പം ഈ സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഫാസ്റ്റിംഗ് പ്രെയർ ആണ് നടക്കണേ. അപ്പം ആ സിസ്റ്ററിന് ആക്ച്വലി അവരുടെ സ്ഥലം വിറ്റിട്ട് അതിൻ്റെ എന്താ പറയുക അറിയാമായിരിക്കുമല്ലോ, നമ്മളതിൻ്റെ ഒരു ടൈറ്റ് നമ്മൾ ചേർച്ചിന് കൊടുക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ആർക്ക് കൊടുക്കണം, എവിടെ കൊടുക്കണം, എന്ത് കൊടുക്കണം. പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിക്കുന്നവർക്ക് മാത്രമേ പുള്ളിക്കാരി കൊടുക്കത്തുള്ളൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ആ ദേവദാസം വന്ന് ശുശ്രൂഷിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ സിസ്റ്ററിനോട്, ഈ ഞാൻ പറയുന്നത് ആ ചേർച്ചിൻ്റെ പാസ്റ്ററുടെ മോളാണ്, മോളോട് ഈ കൂട്ടുകാരി പറഞ്ഞു, ഞാൻ ഒരു തുക തരാൻ പോവുക, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, ആ തുക ഈ ചർച്ചിൽ ഇവിടെ കൊടുക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇവർ ആക്ച്വലി ഇവർക്ക് ദേ നീഡ് 2 lakhs ഫോർ ദാറ്റ്. ആ ബാങ്കിൻ്റെ ആ ഇഷ്യൂ ക്ലോസ് ചെയ്യാൻ ദേ നീഡ് 2 lakhs. ഓർത്തോണം, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പോൾ 1 ലക്ഷം 2 ലക്ഷമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ആ സിസ്റ്റർ
നെക്സ്റ്റ് ഡേ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ആ 1,00,000 കൊടുത്തു. അവർ കർത്താവിനെ എത്ര സ്തുതിച്ചെന്ന് പറയുന്നത്. കാരണം അവർ രാത്രി ഒരു 2-3 ആഴ്ചയായിട്ട് രാത്രികളിൽ ഉറങ്ങാതെ ദൈവസന്നിധിയിലിരുന്ന് ആ വിഷയത്തിന് പ്രാർത്ഥിക്കുകയാണ്. ബിക്കോസ് അതൊരു ബാങ്ക് ഇഷ്യൂ ആണ്. നമുക്കറിയാം, ഞാനൊക്കെ ആ ഇഷ്യൂസിലൂടെ കടന്നു പോയ ഒരാളാണ്. എന്നും ഭീഷണി, ഇപ്പം ചെയ്യും, ഇപ്പം ഇറക്കി വിടും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റത്. ഈ ഭീഷണികളാണല്ലോ നമുക്ക് എല്ലാ ബാങ്കുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. എസ്പെഷ്യലി ചില ബാങ്ക്സ് ഉണ്ട്, ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല, എല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. പാവപ്പെട്ടവരെ, ഹല്ലേലൂയ, അവരെ അങ്ങനൊന്നും ഞെരുക്കരുത്. ഹല്ലേലൂയ. ആക്ച്വലി ഗവൺമെൻറ് അങ്ങനെയുള്ള ഇഷ്യൂസിൽ ഇടപെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പാവപ്പെട്ടവർക്ക് നീതി കൊടുക്കാൻ ഹല്ലേലൂയ ദൈവം മാത്രമേ ഉള്ളൂ ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു ഗവൺമെൻറ്റും ഒരു രാഷ്ട്രീയക്കാരും വരത്തില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, ഹുദാരക സന്തറ, ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക്. ഹല്ലേലൂയ. ധാരാളാബ ഷിഖാരാബ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഇവിടെ എത്രയായി? 1,00,000 ഓക്കെ. ഇനി 24 മണിക്കൂറാണ് മുന്നിലുള്ളത്. നെക്സ്റ്റ് ഡേ അങ്ങനെ ഈ സിസ്റ്റർ എന്ത് ചെയ്തെന്ന് അറിയാമോ? സിസ്റ്റർ അങ്ങനെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളല്ല. ഫേസ്ബുക്ക് ആ കുറച്ച് സമയത്ത് ഈ സിസ്റ്റർ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ വെറുതെ ആ ഭാരം സഹിക്കാൻ വയ്ക്കും. ബിക്കോസ് ഇവരെ ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു അപമാനത്തിലൂടെ അവർ കടക്കേണ്ടി വരും, ബിക്കോസ് ആ എമൗണ്ട് അവർ അടച്ചില്ലെങ്കിൽ. അപ്പോൾ അവർ ഇങ്ങനെ ഈ പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു, കർത്താവിന് കഴിയാത്തതായ ഒന്നുമില്ല, നിങ്ങളുടെ സകല ഭാരവും അവൻ്റെ മേലിട്ടുകൊള്ളുക, അവൻ നിങ്ങളെ പുലർത്തുമെന്നുള്ള ഒരു ചുമ്മാ ജസ്റ്റ് ഒരു ഷോർട്ട് മെസ്സേജ് ഇട്ടു. ഹല്ലേലൂയ. അത് കണ്ടിട്ട് ഒരു വ്യക്തി രാത്രി 1:30 വിളിച്ചു. അപ്പം ഈ സിസ്റ്റർ ആണെങ്കിൽ അങ്ങനെ നമുക്കറിയാമല്ലോ, ഇവൻ ഞാനാണെങ്കിൽ പരിചയമില്ലാത്ത കോൾസാണ്, പരിചയമില്ലാത്ത നമ്പറാണെങ്കിൽ ഞാൻ എടുക്കത്തില്ല പ്ലീസ്. അപ്പം ഈ ഒരു ബ്രദറാണ് വിളിച്ചിട്ട് രാത്രി 1:30 വിളിച്ചിട്ട് പറഞ്ഞു, ആ പുള്ളിക്കാരൻ ആക്ച്വലി ദുബായിൽ എന്തോ ആയിരുന്നു, ദുബായിലോ കുവൈറ്റിലോ ആണ്, എനിക്ക് കറക്റ്റായിട്ട് അത് ഓർമ്മ വരുന്നില്ല, കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള സാക്ഷ്യമാണ്. അപ്പം ആ മകന് എത്രയോ ലക്ഷം രൂപ ഒരു ഫ്രണ്ടിന് കടം കൊടുത്തിട്ട് കിട്ടാതെ ഇരുന്ന് ഭയങ്കര ഭാരത്തിലിരിക്കുമായിരുന്നു. ഓക്കെ. അപ്പം ബാബു ചെറിയം പാസ്റ്ററിൻ്റെ ഒരു മീറ്റിങ്ങിന് ആ ബ്രദർ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ബാബു ചെറിയം പാസ്റ്റർ ശുശ്രൂഷയുടെ നടുവിൽ ഇങ്ങനെ പറഞ്ഞു, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. 4ാമത്തെ പ്രാവശ്യം ആ വാക്കുകൾ ഈ മകൻ്റെ ചെവികളിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. സംഭവിച്ചത് എന്നാ വെച്ചാൽ എത്രയോ ലക്ഷം കിട്ടാനുള്ളത് ഫുൾ എമൗണ്ടും ആ ആൾ എത്രയോ നാളായിട്ട് ഈ മകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ആ എമൗണ്ട് ഈ മകൻ്റെ കയ്യിൽ കിട്ടി, ഈ ബ്രദറിൻ്റെ കയ്യിൽ കിട്ടി. അപ്പം അതിൻ്റെ ഒരു അംശം അത് കിട്ടുവാണെങ്കിൽ ദൈവത്തോട് നേർന്നിരുന്നു, ഞാനിത് വളരെ ആവശ്യപ്പെട്ട ഒരു വ്യക്തിക്ക് ഞാൻ കൊടുക്കും എന്ന്. ഹല്ലേലൂയ. അപ്പോൾ അതിനെക്കുറിച്ച് ബാബുചെറിയം പാസ്റ്റർ അന്ന് ശുശ്രൂഷയിൽ പറയുമ്പം ഇത് കണക്റ്റഡ് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അപ്പോഴാണ് നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. അന്ന് രാത്രി മുഴുവൻ ഈ ബ്രദറിനോട് ഇത് തന്നെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ഫേസ്ബുക്കിൽ ഈ മെസ്സേജ് കണ്ടു. അപ്പോൾ അതിനകത്ത് സിസ്റ്ററിൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു. രാത്രി 1:30 ആയതുകൊണ്ട് ഫോൺ അങ്ങ് പപ്പയുടെ കൊടുത്തു സിസ്റ്റർ. പപ്പയുടെ കൊടുത്തിട്ട് പപ്പ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഞാനാണ് വിളിച്ചത്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആക്ച്വലി പാസ്റ്റേഴ്സ് ഫാമിലിയിലെ അവരാരും അവരുടെ ആവശ്യങ്ങളൊന്നും പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അവരിപ്പോൾ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോലും അവർ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പ്രശ്നങ്ങളൊന്നും കഴിയുന്നതും ദേവദാസന്മാർ മറ്റുള്ളവരുമായിട്ട് അവർ ഷെയർ ചെയ്യാറില്ല. അവർ ഒറ്റയ്ക്കിരുന്ന് രാത്രി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളൊരു വിഷയത്തിന് വേണ്ടി 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ ചോദിച്ചു, സാമ്പത്തിക വിഷയം ആണോ? അപ്പം ഈ പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല. സെക്കൻഡ് ടൈം വീണ്ടും ചോദിച്ചു, ദേവദാസനെ സാമ്പത്തിക വിഷയമാണോ? 3ാമത്തെ പ്രാവശ്യം പറഞ്ഞു, ആണ്, ചർച്ച് റിലേറ്റഡ് ഒരു കാര്യമാണ്, ചർച്ചിന് വേണ്ടിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നാളെ ഞാൻ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് അയക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ ഇവർ വിചാരിച്ച് ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരണല്ലേ, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആരോ ചുമ്മാ. ഇപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പിലും ഒക്കെ മെസ്സേജസ് വരുമല്ലോ, നിങ്ങളുടെ അക്കൗണ്ടിൽ. ഒരിടയ്ക്ക് എനിക്ക് സ്ഥിരം മെയിൽ വരുമായിരുന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയോ കോടികൾ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പം നമ്മളൊക്കെ അങ്ങനൊന്നും ഒരിക്കലും നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കരുത് കേട്ടോ. നമ്മുടെ അക്കൗണ്ട്സൊക്കെ അവർ വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യും, നമ്മൾ അതിനൊന്നും റിപ്ലൈ ചെയ്യാൻ പോകരുത്. അപ്പോൾ അവർ അതുപോലെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് അവരത് റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. തിരിച്ച് ഈ സിസ്റ്റർ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഡേ ഈ സിസ്റ്ററിന് ജോലിക്ക് പോകണം. സിസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സിസ്റ്ററിന് കോളേജിൽ നിന്നിട്ട് പഠിപ്പിക്കാനൊന്നും പറ്റുന്നില്ല, വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നമുക്കിനി സമയമില്ല. രാവിലെ 11 മണിക്ക് ബാങ്കിൽ ഈ ക്യാഷ് അടച്ചില്ലെങ്കിൽ ആകെ മൊത്തം പ്രശ്നമാണ്. അപ്പം ഈ സിസ്റ്റർ പറഞ്ഞു, പപ്പ 10 മണിയാകുമ്പോൾ ഒന്ന് ബാങ്കിൽ പോയി നോക്ക് എൻ്റെ അക്കൗണ്ടിൽ. നോക്കിയപ്പം 1 lakh വന്ന് കിടക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സിറ്റുവേഷൻസ് അറിയുന്ന ദൈവം. എത്ര രൂപയാണ് അവർക്ക് വേണ്ടത്? 2 ലക്ഷം രൂപ. എവിടെ നിന്ന് വന്നു? കർത്താവ് കൊടുത്തു. അതാണ് യഹോവ ഈരെ. ഗോഡ് വിൽ പ്രൊവൈഡ് ഫോർ അസ്. ദൈവമക്കളെ, നമ്മൾ കണ്ണുനീരോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, ഉപവസിക്കാൻ കഴിയുന്നവർ ഉപവസിക്കുക, അല്ലാത്തവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ബോഡിയുടെ വീക്ക്നെസ്സും പ്രയാസങ്ങളും എല്ലാം അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഉഡാല ശാഖാലാബ. രാത്രി എഴുന്നേറ്റ് രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദർ ഇസ് പവർ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, പലപ്പോഴും എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാറില്ല. ഞാൻ കിടന്നുകൊണ്ട് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും. ബിക്കോസ് ഗോഡ് നോസ് മൈ സിറ്റുവേഷൻ. ഹല്ലേലൂയ. നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥകളൊക്കെ അറിയാവുന്ന കർത്താവാണ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നതൊന്നും നമ്മൾ മറ്റുള്ളവരെ പബ്ലിസൈസ് ചെയ്യുകയൊന്നും ചെയ്യേണ്ട. നമ്മൾ നമ്മുടെ കർത്താവ് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ ഒരു വിടുതൽ, എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഈ സാക്ഷ്യം ഇപ്പോൾ ഇവിടെ പറയാൻ പറഞ്ഞു വന്ന്. അങ്ങനെ നിങ്ങൾ അത്രയും സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. നിങ്ങൾ രാത്രി കാലങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റിരുന്ന്, ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഇറ്റ് വിൽ ബി വെരി സൈലൻറ്റ്. ആരും നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഒരു ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരാൻ ആർക്കും കഴിയാത്തൊരു സമയമാണ്. ആ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഗോഡ് വിൽ ഡു. ഇപ്പം ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ, കർത്താവ് പ്രൊവൈഡ് ചെയ്ത് കണ്ടോ? കർത്താവ് അത്ഭുതം ചെയ്യുന്നേ മക്കളെ. എൻ്റെ കർത്താവിൻ്റെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. പരിശുദ്ധാത്മാവ് തരുന്ന വചനം ഇപ്പോൾ എന്നോട്, യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, യഹോവയുടെ ചെവി മന്ദമായിട്ടുമില്ല, യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ഹല്ലേലൂയ. സോ ലെറ്റ് us pray to God. ഹല്ലേലൂയ. God will give you this grace this morning. You believe it. ഹല്ലേലൂയ. നിങ്ങളെ വിശ്വസിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല ദൈവമക്കളെ. നമ്മളെല്ലാം ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മൾ ഇമോഷണലി ഭയങ്കര ആക്റ്റീവ് ആവും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഴയ ഗതിയാണ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഫെയ്ത്ത് വേണം. ഹല്ലേലൂയ. ഫെയ്ത്ത് ഇല്ലാതെ കർത്താവിൻ്റെ ത്രോണിലേക്ക് നമ്മൾ ചെല്ലുകയേ ചെയ്യേണ്ട. ഹല്ലേലൂയ. ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് വേണം. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ഗ്രേസ് വീഴട്ടെ. ആരെല്ലാം ഇങ്ങനെ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അവരുടെ നിലവിളിയുടെ നടുവിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ. ലെറ്റ് ഓൾ ബി ബ്ലെസ്ഡ് ഇൻ ജീസസ് നെയിം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ മോർണിംഗ് ഡാരി. കർത്താവ് തന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. താങ്ക് യു ജീസസ് ഫോർ ദ അൺകണ്ടീഷണൽ ലവ് ആൻഡ് യുവർ പ്രോമിസ് ടു റെസ്ക്യൂ us. ഹല്ലേലൂയ. താങ്ക് യു ജീസസ് ഫോർ ദ ലവ് ആൻഡ് അഫെക്ഷൻ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ആ സ്നേഹത്തിന് അഫെക്ഷനായി സ്തോത്രം കർത്താവേ. യു സഫർഡ് എ ലോട്ട് ഓൺ ദ ക്രോസ് ഡാരി ഫോർ us. Hallelujah. So we could be delivered from sin, വേദനകൾ, പെയിൻ, ഗിൽറ്റ്, പാപബോധ. ഹാലയിലെ കുറ്റം ചെയ്തു എന്നുള്ള ആ ഗിൽറ്റീന്ന്, ഷെയ്മീന്ന്, ലാക്കീന്ന് ആൻഡ് എവ്രി കേഴ്സീന്ന് ആ ക്രോസിലെ പെയിനിലൂടെ കർത്താവ് കടന്നുപോയപ്പോൾ കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. ഹാലലൂയ. റീകാലാബാസന്തര. കർത്താവെ, എന്നെ ഉൾപ്പെടെ കർത്താവെ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും കർത്താവ് ഒരു സ്ട്രോങ് ഫെയ്ത്ത് കൊടുക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരി ഊരാബ റസ്യാന്തര. ഈ ഡെസ്പറേറ്റ് സിറ്റുവേഷൻസിൻ്റെ നടുവിൽ ഞങ്ങൾ തകർന്നു പോകുവാൻ, പതറിപ്പോകുവാൻ, തളർന്നു പോകുവാൻ സ്വർഗം അനുവദിക്കരുതേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരി ഹാലാബ ഷീഖാല. പ്രേയിങ് ഫോർ all the pastors, വലിയ പാസ്റ്ററായി പ്രാർത്ഥിക്കുന്ന അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ്, സഭയാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിഷൻ ഫീൽഡിലുള്ളവർ, പെർസിക്യൂഷനിൽ കടന്നു പോകുന്നവർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ക്യാൻസർ കിഡ്നി പേഷ്യൻസിനെ സൗഖ്യമാക്കണമേ. ഹാലലൂയ. ഏതെല്ലാം രോഗങ്ങൾ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഹാലലൂയ, പ്രഷർ, ഹാലലൂയ, ഡയബറ്റിക്സ്, ഹാലലൂയ, വിവിധ മാനസികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ലോൺലിനെസ് അനുഭവിക്കുന്നവർ, ഒറ്റപ്പെട്ടവർ എല്ലാവരെയും കർത്താവേ, praying for the India, all the nations, alaba shikaraba, all the fellow saints that are in outside India who are doing God's ministry, meetings നടത്തുന്നവരെ എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ ഹാലലൂയ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, MBBSൻ്റെ ഹാലലൂയ നെക്സ്റ്റ് സെമസ്റ്ററിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അവരെ കർത്താവ് അനുഗ്രഹിക്കണം. ആ കർത്താവെ ഹാലലൂയ ആ തണുപ്പിൻ്റെ അവസ്ഥയൊക്കെ അതിജീവിപ്പാൻ സ്വർഗം എല്ലാ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ട്. ഓടാല ഷിക്കാര ബാസ്യാന്തര, ഇന്ത്യക്ക് പുറത്തുള്ള ഞങ്ങളുടെ US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എല്ലായിടത്തുമുള്ള ഞങ്ങളുടെ ജോർജിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കോഴ്സസ് തീരാറായല്ലോ, അവരുടെ ജോലി എത്രയും പെടുന്ന സ്വർഗം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രീതി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹുഡാരാമനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. ഫാമിലി ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം, ഇന്നത്തെ വചനത്തിൻ്റെ ശക്തി ആ മകൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങണം കർത്താവ്. ശത്രു കുടുംബത്തെ തകർക്കുവാനോ അനുവദിക്കരുതേ. ഉടാലക സന്തല വീകര വസ്യാന്തര കർത്താവ്, ഇതെല്ലാം നന്മക്കായി സ്തോത്രം. മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ വിത്ത് മെനി മിറക്കിൾസ് ഡാഡി. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയനെ ഏതുമല്ല ഒന്നുമല്ല കർത്താവേ. ഐ എം ഹംബ്ലിംഗ് മൈസെൽഫ് ഡാഡി. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ഗ്രേസ് ഡാഡി വി ആർ ഹിയർ. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് യഹോവയുടെ കൃപയാണ്. രാവിലെ എഴുന്നേൽപ്പിച്ചത് യഹോവയുടെ കൃപയാണ്. നടക്കുവാൻ, ജോലി ചെയ്യുവാൻ, എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ കഴിയുന്നത് അപ്പ അങ്ങയുടെ കൃപയാണ് ഡാഡി. ഓരിക്കാല ബസ്യാന്ത പ്രിയാൻ്റെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന, മിനിസ്ട്രി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കും. പൊന്നുപോലെ ഹോവ കാത്തുകൊള്ളണേ കർത്താവേ. ജെസ്സി ആൻറ്റി, മോളി ആൻറ്റി, ഹാലലൂയ, റോസമ്മാൻറ്റി എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹാലബാസി ഖാലബ പാസ്റ്ററിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കും. മാസ്റ്റർ സൂ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചാട്ട് ഞങ്ങളുടെ ചൊവ്വാഴ്ച എടുക്കുന്ന സൂ മീറ്റിംഗ് ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അടിയങ്ങളെ വീണ്ടും യൂസ് ചെയ്താട്ട് ഫോർ യുവർ മൈറ്റി മിനിസ്ട്രി. സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ചുകൊണ്ടിരിക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. So we'll see you tomorrow with another blessing message. Actually we are planning for one more Zoom meeting എന്താ പറയുക, വരുന്ന വീക്സുകളിൽ ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൺഫർമേഷൻ എനിക്ക് കിട്ടിയാൽ ഉടനെ നമ്മൾ വീണ്ടും ഒരു ദിവസം കൂടി Zoom മീറ്റിംഗ് വെക്കുന്നതായിരിക്കും. അത് ഗസ്റ്റ് പാസ്റ്റേഴ്സ് ആയിരിക്കത്തില്ല, അത് ഞാൻ തന്നെ ആയിരിക്കും നടത്തുന്നത്. അത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ല, എൻ്റെ കൺഫർമേഷൻ ആയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ആ Zoom മീറ്റിങ്ങിൽ നിങ്ങൾ കടന്നു വരിക. എല്ലാവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ വചന പഠനം ഒക്കെ അതിനകത്ത് ഉണ്ടാകും. ഓക്കെ, നമ്മളെല്ലാം ആത്മീയമായി വളരണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, കർത്താവിൻ്റെ വലിയ വലിയ ശിഷ്യന്മാരായി നമ്മളെല്ലാവരും തീരണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതുമാത്രമല്ല, കർത്താവിൻ്റെ മിനിസ്ട്രി ചെയ്യുന്ന മാത്രമല്ല, കർത്താവിനോട് അനുരൂപരായിത്തീരണം. ട്രാൻസ്ഫോർമേഷൻ, കർത്താവിനെ പോലെ നമ്മളായിത്തീരണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മുടെ വിശുദ്ധീകരണം എല്ലാം അതിനകത്തുണ്ട്. സോ നമ്മൾ നാളെ കാണാം. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഞാൻ പുതിയതായിട്ട് ഈ ചാനൽ ഇപ്പോൾ കാണുന്നവരുണ്ട്, ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് കർത്താവിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് വേറെ ഒരു ഇൻറ്റൻഷനും ഇതിൻ്റെ പിന്നിലില്ല. പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ ഓണർ. ഓക്കെ, വിൽ സീ യു ടുമോറോ വിത്ത് അനദർ ബ്ലെസ്സിംഗ് മെസ്സേജ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.